ഫ്രണ്ട്സ്, അവൾക്ക് നേരെ കൈ നീട്ടി അവൻ പറഞ്ഞതും അവളൊരു നിമിഷം ചിന്തിച്ചു. അവന് നേരെ കൈ കൊടുത്തു. ആ നിമിഷം മുതൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം അവർ അടുത്തു പോവുമെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. ശ്രീകുട്ടി പിന്നെയും ഒന്ന് ചുറ്റിക്കറങ്ങി ഓഫീസിലേക്ക് പോയി തൻ്റെ ബാഗ് എടുത്തു. പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് പോയി. അകത്തുനിന്നും ബഹളം കേട്ടതും അവൾ ഡോർ പതി ഓപ്പണാക്കി നോക്കി. യാഷട്ടിൻ്റെ വീട്ടിലൊന്നും ആണല്ലോ. അവളൊരു ചിരിയോടെ അകത്തേക്ക് കയറി. ആ, മോള് വന്നു? രേഷ്മയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവളൊന്ന് ചിരിച്ചുകൊണ്ട് ചുറ്റിലും നോക്കി. പീഷുവിൻ്റെ അച്ഛനും അമ്മയും, ചിന്നു, മീനു, ചിന്നുവിൻ്റെ അച്ഛനമ്മയും, ആവണി മോളും ഉണ്ട്. യാഷിൻ്റെ അടുത്ത് ചിന്നി ഇരിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി അവരുടെ പിണക്കൊക്കെ മാറിയെന്ന്. അവരുടെ കളിച്ചിരികൾക്ക് ഇടയിൽ താൻ അധികമാണെന്ന് തോന്നിയതും അവൾ അവരോട് പറഞ്ഞു. ഫ്രഷ് ആവാൻ പോയി. യാഷിൻ്റെ ഒരു നോട്ടം പോലും തനിക്ക് നേരെ ഇല്ലാത്തതിൽ അവൾക്ക് ചെറിയൊരു വിഷമം തോന്നി. റൂമിലേക്ക് കയറാൻ നിന്നതും കണ്ടു ബാൽക്കണിയിൽ നിൽക്കുന്ന കണ്ണനെ. അവളൊരു ചിരിയോട് അവൻ്റെ അടുക്കലേക്ക് പോയി. അവൻ്റെ പിന്നിലൂടെ പുണർന്നതും കണ്ണിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ മുന്നിലേക്ക് വലിച്ചു. അവളെ കണ്ണിലേക്ക് നോക്കി. അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുത്. നമുക്ക് നമ്മളെല്ലാം ഉണ്ടാവുള്ളൂ. ഈ കാണുന്നവരൊന്നും നമ്മുടെ ലൈഫിലുണ്ടാവില്ല. നമുക്ക് നമ്മൾ മാത്രം മതി. വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട, കേട്ടോ? അവളുടെ മുടിയിൽ തലോടി അവൻ പറഞ്ഞതും അവൾ നിറക്കണ്ണുകളോട് തലയാട്ടി. പോയി ഫ്രഷ് ആയി വാ. കണ്ണനെ അവളുടെ കവിളിൽ തട്ടി പറഞ്ഞതും അവൾ റൂമിലേക്ക് കയറി. കണ്ണാടിയുടെ മുന്നിൽ നിന്നും കണ്ണുകൾ അമർത്തി തുടച്ചു. തനിക്ക് തൻ്റെ ചേട്ടനുണ്ടാവും മരണം വരെ. ശരിയാ, പിന്നെന്തിനാ മറ്റുള്ളവർ കാണുമ്പോൾ അതൊക്കെ കിട്ടണമെന്ന് തോന്നി? വേണ്ട, കണ്ണട്ടിൻ്റെ പോലീസ് തന്നെയാ നല്ലത്. കണ്ണട്ടിനാകെ വേണ്ടത് എന്നെ യാഷേട്ടനെ. മറ്റൊന്നും കണ്ണേട്ടന് വേണ്ട. എല്ലാവരോടും ഒരുപോലെ ഒരകലത്തിൽ പെരുമാറുള്ളൂ. ശ്രീകുട്ടി ചിരിയോടെ ഫ്രഷായി ഇറങ്ങി. കണ്ണൻ അപ്പോഴും അവിടെയുണ്ട്. ലാപ്പിൽ എന്തോ ചെയ്യുകയാണ്. ശ്രീ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഏട്ടാ, അവൾ വിളിച്ചതും അവൻ മൂളി. ശേഷം മാളിൽ നടന്നൊക്കെ പറഞ്ഞതും അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ നീളിച്ചു കൊടുത്തു. അവൻ്റെ വർക്ക് കഴിഞ്ഞതും ലാപ്പ് അടച്ചു വെച്ചു. അവൻ അവളെ കേൾക്കാനെന്ന പോലെ ഇരുന്നു. ദിവസം പതിവുള്ളതാണ്. അവളുടെ ജീവിതത്തിൽ അന്നു നടന്നത് മുഴുവൻ അവന് പറഞ്ഞു കേൾപ്പിക്കും. അവനൊരു നല്ല കേൾവിക്കാരനായി ഇരുന്നു കൊടുക്കും. അവരെ കാണാതെ മുകളിലേക്ക് വന്ന യാഷ് കാണുന്നത് സംസാരിച്ചിരിക്കുന്നവരെയാണ്. കൈകെട്ടി ചെറു പുഞ്ചിരിയോടെ അവൻ അവരെ നോക്കി നിന്നു. കാന്താരി, ഞാനൊന്ന് നോക്കാതിൽ വിഷമിച്ചു പോകുന്നത് കണ്ടു. മനഃപൂർവ്വം അവളെന്ന് ചൂടാക്കാൻ ചെയ്ത എന്തോ പറഞ്ഞു തിരിഞ്ഞ ശ്രീ യാഷിനെ കണ്ടതും മുഖം വീർപ്പിച്ചുകൊണ്ട് കണ്ണൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. യാഷ് ചിരിയോട് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. യാഷ് ശ്രീകുട്ടിയുടെ അരികിൽ വന്നിരുന്നതും അവൾ കണ്ണൻ്റെ മടിയിലേക്ക് മുഖം പൂത്തി. യാഷ് കണ്ണനെ നോക്കിയതും അവൻ്റെ ശ്രദ്ധ മുഴുവനും ശ്രീകുട്ടിയിലായിരുന്നു. യാഷ് പതിയെ ശ്രീകുട്ടിയുടെ കയ്യിൽ തോണ്ടി. അവൾ കൈ പിൻവലിച്ചു. യാഷ് അവളെ പിടിച്ചു വലിച്ചതും കണ്ണൻ അവനെ ദഹിപ്പിച്ചു നോക്കി. യാഷ് അത് ശ്രദ്ധിക്കാതെ അവൾ വലിച്ച് തനിക്ക് എതിർവശത്ത് അവളെ ഇരുത്തി. ഞാൻ നിന്റെ ആരാ? യാഷിൻ്റെ മുഖമൊന്ന് കടുത്തു. ഏട്ടൻ ആണല്ലോ, അതറിയല്ലേ? പിന്നെന്തിനാടി പുല്ലേ ഈ മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ? നിനക്ക് മറ്റാരേക്കാളും സ്ഥാനമല്ലേ ഞാൻ തന്നത്? ഇവൻ എനിക്ക് എത്രത്തോളം പ്രിയാണോ അതേപോലെ തന്നെയല്ലേ നിന്നെ കാണുന്നത്? പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവുമ്പോൾ നിന്നോട് അങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ശ്രീയില്ലെന്ന് തലയാട്ടി. അവരെ പോലെ തന്നെ നീയും എനിക്ക്. എന്നിട്ട് ഞാൻ മിണ്ടില്ലെന്ന് പറഞ്ഞ് മൂങ്ങി നടക്കുന്നു. ഒറ്റ കീറങ്ങി വെച്ച് തന്നുണ്ടല്ലോ. പോരാത്തതിനെ ഇവൻ്റെ എങ്ങുമില്ലാതെ കുറച്ച് ഉപദേശം കിട്ടിയിട്ടുണ്ടാവല്ലേ? ശ്രീകുട്ടി ഒന്ന് ഇളിച്ചു കൊടുത്തു. ദേ കണ്ണ, നീയോ ഇങ്ങനെയായി. ഇവളെ കൂടെ ആളുകളിൽ നിന്നും അകറ്റാൻ നോക്കിയാ മുട്ടുകൾ കെറ്റി കൊല്ലും പന്നി. യാഷ് പറഞ്ഞുകൊണ്ട് ശ്രീയുടെ കൈ പിടിച്ചെണീറ്റ് പോയി. ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന മട്ടിൽ കണ്ണൻ അവിടെ ഇരുന്നു. അവൻ അങ്ങനെയാണ്. അവനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. വിജയെ കാണാതായിട്ട് രവിക്കാകെ വട്ട് പിടിച്ചിരുന്നു. ഇടയ്ക്കിടെ അവൻ ഇങ്ങനെ ഒരു മുങ്ങലുള്ളത് കൊണ്ട് അവൻ്റെ വിവരം അറിയാനായി അയാൾ കാത്തിരുന്നു. ഇന്നാണ് അയാൾ നീലിമയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്നത്. ചികിത്സയ്ക്കായി പകാളി കത്തിച്ചു. അവളുടെ ഉയർത്തെഴുന്നേൽപ്പിനായി അയാൾ കാത്തിരുന്നു. എയർപോർട്ടിലെത്തി. അവർ ഫ്ലൈറ്റിൽ കയറിയതും കണ്ണൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിരുന്നു. അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. തിരിച്ചൊരു വരവുണ്ടാവരുത്, അത്രമാത്രം തിരിച്ചയച്ചു. അവൻ സമാധാനത്തോടെ കണ്ണടച്ച് കിടന്നു. തൻ്റെ ഏറ്റവും അടുത്ത ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മറഞ്ഞിരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പ്രയാസമില്ലെങ്കിലും കളത്തിലിറങ്ങി കളിക്കുന്നത് വരെ കാത്തിരിക്കാൻ അവൻ തയ്യാറായിരുന്നു. യാ ശ്രീകുട്ടിയെ കൊണ്ട്
അവരുടെ ഇടയിലേക്ക് ചെന്നു. അവൻ എല്ലാവർക്കും ഒന്നുകൂടി പരിചയപ്പെടുത്തി. എല്ലാവർക്കും അവൾ ഒത്തിരി ഇഷ്ടമായി. ചിന്നുവിനെ നോക്കുമ്പോൾ അവൾക്ക് ചെറുതായി ദേഷ്യം തോന്നി. അവൾ മീനുവിനോട് കൂടുതൽ അടുത്തതും ചിന്നുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ പതിയെണീറ്റും എല്ലാവരെയും നോക്കി. ഓരോരോ സംസാരത്തിലാണ് അവരും. അവൾ പതിയെ മുകളിലേക്ക് നടന്നു. ബാൽക്കണിയിലെത്തിയതും കണ്ടു നിലത്ത് കിടക്കുന്ന കണ്ണനെ. തൻ്റെ അരികിൽ ആരും ഇരിക്കുന്നത് പോലെ തോന്നിയതും അവൻ കണ്ണു തുറന്നു. ചിന്നുവിനെ കണ്ടതും അവൻ്റെ മുഖം ചുവന്നു. അല്പം പേടിയോടെയാണെങ്കിലും അവൾ ഇരു കൈകൾ കൊണ്ട് അവൻ്റെ കാലിൽ പിടിച്ചു. ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അറിയാതെ പറ്റിപ്പോയതാ. സോറി ചേട്ടാ. എല്ലാവർക്കും എന്നോട് ദേഷ്യം. ഞാൻ ചെയ്ത വലിയ തെറ്റ്. എനിക്കിപ്പോഴും മനസ്സിലായത്. ഇനി ഇങ്ങനൊന്നും ചെയ്യില്ല. സത്യം സത്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കാണെ അവൻ അവളെ കൈമാറ്റി. അവൻ എണീറ്റ് ഒന്നും മിണ്ടാതെ പോവാൻ നോക്കിയതും കണ്ണ് നിറച്ചു നിൽക്കുന്ന ശ്രീകുട്ടിയും മീനും അവരുടെ പിന്നിലായി എല്ലാവരും ഉണ്ട്. ഏട്ടായി, പാവല്ലേ, ചെറിയ കുട്ടിയല്ലേ, ക്ഷമിച്ചേക്ക്, ഒരു പ്രാവശ്യത്തേക്ക്. ഇനി അവൾ ഒന്നും ചെയ്യില്ല. കണ്ണൻ്റെ കൈ പിടിച്ചു ശ്രീനിറ കണ്ണുകളോട് പറഞ്ഞതും കണ്ണൻ തലവെട്ടിച്ചു. അവളുടെ കണ്ണുകൾ നിറയുന്നത് മാത്രം അവന് ദേഷ്യമാണ്. കൈകൂപ്പി തലതാഴ്ത്തി നിൽക്കുന്ന ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈ താത്തി കവിളിലൊന്ന് തട്ടി കണ്ണ് ചെമ്മി കാണിച്ചു. അവൻ റൂമിലേക്ക് പോയി. അത് മതിയായിരുന്നു എല്ലാവരുടെയും മനസ്സ് നിറയാൻ. കഴിഞ്ഞു അഭിനയം. യാഷ് ശ്രീകുട്ടിയുടെ മുന്നിൽ വന്ന് കൈകെട്ടി നിന്നു. ബാക്കി എല്ലാവരും മനസ്സിലാവാതെ അവളെ നോക്കി. അവൾ നന്നായി ഒന്ന് ഇളിച്ചു കൊടുത്തു. യാഷ് അവളുടെ ചെവിയിൽ പിടിച്ചു കിഴുക്കി. അവൾ കാറിയതും അവൻ പിടിവിട്ടു. കാര്യം ഇവളോട് എനിക്ക് നല്ല ദേഷ്യമായിരുന്നു കുറച്ചു മുന്നേ വരെ. പക്ഷെ ചേട്ടായിയോട് ഇവൾ ക്ഷമ ചോദിച്ചതും അതൊക്കെ ആവിയായി പോയി. തെറ്റുപറ്റി. ആത്മാർത്ഥമായി ആരെങ്കിലും ക്ഷമ ചോദിച്ചാൽ അവരോട് ക്ഷമിക്കണം എന്ന കണ്ണിട്ടെന്നെ പഠിപ്പിച്ചത്. പക്ഷേ ഏട്ടൻ്റെ ലൈഫിൽ അത് ബാധകല്ല. ഒരു ചിരിയോട് ചിന്നുവിനെ ചേർത്ത് പിടിച്ചവൾ. എൻ്റെ കണ്ണ് നിറയുന്നത് ആ ചെകുത്താൻ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഇതേ വൈ കണ്ടുള്ളൂ. ഇപ്പം കണ്ടില്ലേ, ഇവള് ഹാപ്പി, നമ്മളും ഹാപ്പി. രണ്ട് തുള്ളി കണ്ണ് നിർവേസ്റ്റാൽ എന്താ, വലിയ കാര്യം പോലെ അവൾ പറഞ്ഞതും എല്ലാവർക്കും അവളോടൊരു ഇഷ്ടം തോന്നിപ്പോയി. യാഷ് നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കി നിന്നു. ഡോറിൻ്റെ ഇടയിലൂടെ ഇതൊക്കെ കണ്ടും കേട്ടും നിന്നവൻ്റെ ചുണ്ടിലും ഒരു കുഞ്ഞു ചിരി ഉണർന്നു. പിണക്കങ്ങളെല്ലാം മറന്നു. അവർ സന്തോഷത്തോടെ ഇരുന്നു. ഇടയിൽ പുറത്തേക്ക് പോയി വരാമെന്ന് പറഞ്ഞു കണ്ണൻ പോയി. വൈകിട്ടായതും എല്ലാവരും പോയി. ശ്രീകുട്ടിയും യാഷും ഓരോന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് കണ്ണൻ വന്നത്. അവൻ്റെ കയ്യിലൊരു കവറുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് ശ്രീക്കും ഒന്ന് യാഷിനും എറിഞ്ഞു കൊടുത്തു. തൻ്റെ ഷർട്ട് അയച്ചു. അവൻ നേരെ കിച്ചണിലേക്ക് വിട്ടു. പിന്നാലെ യാഷും എണീറ്റു. ഓ, കിച്ചൺ റൊമാൻസ്. ശ്രീകുട്ടി വിത്ത് പുച്ഛം. ആ വഴിക്ക് വന്ന കാല് ഞാൻ ഒടിക്കും, കാണിച്ചു തരാം. ശ്രീ ആത്മ കണ്ണൻ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്തു. കുടിച്ച് കുപ്പി തിരികെ വെച്ച് തിരിഞ്ഞതും യാഷിനെ തട്ടി പിന്നോട്ട് പോയി. എന്താ? ഒന്നുമില്ലെന്ന മട്ടിൽ യാഷ് തലവെട്ടിച്ചു. പെട്ടെന്ന് കണ്ണനെ പിടിച്ചു ചുവരിലേക്ക് ചേർത്തു. അവൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്തു. തൻ്റെ വായിലുള്ള ചോക്ലേറ്റ് അവൻ്റെ വായിലേക്ക് കൂടി പകർന്നു കൊടുത്തു. കണ്ണൻ തൻ്റെ നാവ് കൊണ്ട് യാഷിൻ്റെ നാവുകളെ ചുറ്റി ഉണ്ടായിരുന്ന മധുരം മുഴുവനും ഊറ്റിയെടുത്തു. യാഷിൻ്റെ കൈകൾ നഗ്നമായവൻ്റെ ഇടുപ്പിൽ പതിഞ്ഞു. ഏറെ നേരെ നീണ്ടു നിന്ന ചുംബനം പരസ്പരം അത്രമേൽ മധുരമായി. മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവർ ആയത്തിൽ ചുംബിച്ചു കൊണ്ടിരുന്നു. ശ്രീകുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ക്ലോക്കിലേക്കായിരുന്നു. 1 മണിക്കൂർ അവനായി. എൻ്റെ അമ്മേ, ഒരുമാടൊരു സ്റ്റാമിന. 1 മണിക്കൂറൊക്കെ ഉമ്മ വയ്ക്കുമെന്ന് പറഞ്ഞ് അത്ര മതി. അല്ല പിന്നെ. അവൾ എണീറ്റു. പതിയെ അങ്ങോട്ട് നടന്നു. അവിടെ എത്തി അവളുടെ കിളികൾ പറന്നു. വലിയ കിച്ചണായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. അവർ 2 പേര് ഒരു സൈഡിൽ കിടന്ന് മുകളിലേക്ക് നോക്കി കിടക്കുന്നു. ക്ഷീണിച്ച് കിടക്കുവാണോ സേട്ടന്മാർ? ഒന്ന് പിടിച്ചടി, എണീക്കാൻ വയ്യ. അവൾ കൈ പിടിച്ചതും അവൻ അവളെ വലിച്ചു താഴെയിട്ടു. അവൾ അവന്മാരുടെ ഇടയിലേക്ക് വീണു. ഏട്ടാ! അവൾ ഉറക്കി വിളിച്ചതും യാഷ് അവളെ ഇക്കിളിയാക്കി തുടങ്ങി. അതേറ്റു പിടിച്ചുകൊണ്ട് കണ്ണനും അവളുടെ ചിരി അവിടെ മുഴങ്ങി കേട്ടു. ചിരിച്ചു. അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. ഇക്കിളിയാക്കിയാൽ നിർത്തിയത് അവളുടെ ഒച്ചപ്പാടൊന്നും കേൾക്കാതെ അവന്മാർ അവളെ നോക്കിയതും അവളൊന്നും പറയാതെ എണീറ്റു പോയി. അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടതും കണ്ണൻ ചാടി എണീറ്റു. ശ്രീ നേരെ പോയി സോഫയിലിരുന്നു. എന്തൊക്കെ ഓർമ്മയിൽ അവളുടെ ഉള്ളം നേറി. അവർ രണ്ടും അവളുടെ ഒരു സൈഡിലായിരുന്നു. ശ്രീ അവരെ ഒന്ന് നോക്കി ചിരിക്കാൻ ശ്രമിച്ചതും പരാജയപ്പെട്ടു. ഉറക്കെ കരഞ്ഞു പോയി അവൾ. അവർ 2 പേരും അവളെ ചേർത്ത് പിടിച്ചു. 2 പേരുടെ ഉള്ളം തിളച്ചു മറിയുകയായിരുന്നു. തങ്ങളുടെ അനിയത്തിയുടെ കണ്ണുനീരിന് കാരണമായവരെ നശിപ്പിക്കാനുള്ള പക. അല്പം കഴിഞ്ഞും ശ്രീ കണ്ണയ്ക്ക് തുടച്ചു.
രണ്ടുപേരുടെ ഇടയിൽ പതുങ്ങിയിരുന്നു. എന്തോ പറയാൻ വന്നതും യാഷ് അവളുടെ വായ പൊത്തി വേണ്ടെന്ന് തലയാട്ടിയതും അവൾ ചിരിച്ചു. രണ്ടുപേരുടെയും കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അവൾ അങ്ങനെ ഇരുന്നു. തനിക്ക് കിട്ടിയ നിധികളാണ് ഇവർ. ശ്രീയാത്മ പതിയെ പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും വിടില്ല എന്ന മട്ടിൽ അവർ ഇരുന്നു. ശ്രീകുട്ടി കണ്ണുകൾ തുറന്ന് നോക്കിയതും കാണുന്നത് യാഷിനെയും കണ്ണനെയുമാണ്. ബെഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവർ എടുത്തുകൊണ്ടുവന്നതാവും. ഓരോന്നോർത്ത് അവൾ അങ്ങനെ തന്നെ കിടന്നു. വിശപ്പിന്റെ വിളിയാളം വന്നതും അവൾ മറ്റു 2 പേരെ കൂടി തട്ടി വിളിച്ചതും അവർ 3 പേര് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. ശ്രീകുട്ടി, ഞാനൊന്ന് പുറത്തു പോയി വരാം, നീ വരുന്നു? ആ, ഞാനുണ്ട്. അവൾ പെട്ടെന്ന് അവരോടൊപ്പം ഇറങ്ങി. മാളിലേക്കാണ് അവർ പോയത്. രാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിലും മാന്യമായ വിലയും പെരുമാറ്റവും എല്ലാം കൊണ്ട് ജനശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റാൻ അവർക്ക് സാധിച്ചിരുന്നു. യാഷും കണ്ണൻ ഓഫീസിലേക്ക് കയറിയതും ശ്രീകുട്ടി പതിവ് പോലെ സ്റ്റാഫുകൾക്കിടയിലൂടെ നടക്കാനിറങ്ങി. അവൾ നടന്ന് ഫുഡ് കോർണറിൽ അടുത്തെത്തിയതും കോളേജ് വിദ്യാർത്ഥികളെന്ന് തോന്നിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടത്. പ്രായത്തിൻ്റെ കുത്തൊഴുക്കിൽ അവർ ആർമാദിക്കുകയാണ്. അമിതമായ ഒച്ചപ്പാടും ബഹളവും എല്ലാം കൂടെ നിറയുന്നു. ഇതിറ്റിങ്ങളെ വീട്ടിലൊന്നും തന്തയും തള്ളയും ഇല്ലേ? ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നു ഈ രാത്രി. അവൾ പിറുപിറുത്തു. എന്താവിടെ ഇവിടെ വന്ന് നോക്കുന്നേ? വല്ലതും വേണോ? എൻ്റെ പൊന്നു ദിനേശേട്ടാ, എനിക്കൊന്നും വേണ്ട, ഞാൻ അത് നോക്കിയിരുന്നതാ. അവൾ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അവൻ ചിരിച്ചു. നീ രാത്രിയും കൊണ്ട് വരാറില്ലല്ലോ. അതിവിടുത്തെ സ്ഥിരം പിള്ളേരാ. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാ. ഹോസ്റ്റലിലാണ് താമസം. വെറുതല്ല പൂക്കോലം കെട്ടി നടക്കുന്നു. അവളുടെ വേഷം കണ്ട് അവൾ പറഞ്ഞതും ദിനേശ് അവളെ നോക്കി ചിരിച്ചു. അസൂയാണോ അതോ? ഒന്ന് പോയേട്ടാ, എനിക്ക് അസൂയൊന്നുമില്ല. ഇതൊക്കെ കണ്ടില്ലേ, ഞാനിതിനൊന്നും എതിരല്ല. പക്ഷെ നോക്ക്, എത്ര സംസ്കാരമില്ലാത്ത പണികളെ കാണിച്ചു വെക്കുന്നെന്ന്. ഇതിനെ കാശിൻ്റെ അഹങ്കാരം തന്നെ വേണം പറയാൻ. ദിനേശ് അവളെ തന്നെ നോക്കി നിന്നു. എനിക്കുണ്ട് ഇഷ്ടം പോലെ ചിലവാക്കാൻ. ഞാനതൊന്നും ആരെയും കാണിച്ചു നടക്കുന്നില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പറയാൻ ചെന്നാൽ പറയും അസൂയാണെന്ന്. അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ, അവരുടെ പൈസ അല്ലേ എന്നൊക്കെ. ശരിയാണ്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരാൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് വേണം പെരുമാറാൻ. പ്രത്യേകിച്ച് ഈ കാണുന്ന പെൺകുട്ടികളെല്ലാം ഒരുപാട് മാറാനുണ്ട്. തങ്ങളൊക്കെ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവമാണ്. അവൾ പറഞ്ഞു നിർത്തിയതും അവൻ അവളോട് എന്തോ ഒരിഷ്ടം തോന്നിപ്പോയി. അവൻ പ്രതീക്ഷ ഒരു സ്വഭാവമേ അവൾക്കില്ല. ഇന്നവന് ബോധ്യമായി. അവളുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതിയൊക്കെ വേറെയാണ്. ഒരിക്കൽ കൂടെ അവരെ ഒന്ന് നോക്കി അവൾ തിരിഞ്ഞു നടന്നു. അത് നോക്കിക്കൊണ്ട് അവനും. ശരിയല്ലേ അവൾ പറഞ്ഞത്? ആദ്യം വലിയ പെൺകുട്ടികൾക്കായിരുന്നു ഒരു അച്ചടക്കില്ലാത്ത കളി. ഇപ്പോൾ എല്ലാം 15-16 വയസ്സായ കുട്ടികൾക്ക് അവർ എന്താ ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല. ആളുകളും പൊതിയിടവും ഒന്നും അവർക്കൊരു പ്രശ്നമില്ല. ചിലപ്പോഴൊക്കെ കാണുന്ന നമുക്ക് തന്നെ അരോചകമായി തോന്നാറുണ്ട്. കാലത്തിൻ്റെ ഓരോ പോക്ക് ഓരോന്നോർത്ത് അവൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു. യാഷും കണ്ണനും അവരുടെ പ്രോഫിറ്റ് എല്ലാം നോക്കിക്കണ്ടു. വിചാരിച്ചതിനേക്കാൾ ഇരട്ടി ലാഭം കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ അവർ അതിയായ സന്തോഷം തോന്നി. അതിനനുസരിച്ച് തന്നെ സ്റ്റാഫുകളുടെ വേതനത്തിൽ മാറ്റം വരുത്താൻ വേണ്ട കാര്യങ്ങൾ തുടങ്ങി. ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചിട്ടാണ് അവർ പോയത്. മറ്റൊരു ദിവസത്തിൽ ഒരു സ്റ്റാഫ് മീറ്റിംഗ് വെക്കണം എന്ന തീരുമാനത്തോടെ. പിറ്റേ നേരത്തെ ക്ലാസ് ഉള്ളത് കൊണ്ട് ശ്രീകുട്ടി വേഗം പോയി. യാഷും കണ്ണനും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലാത്തത് കൊണ്ട് അവർ ഉറക്കത്തിൽ തന്നെയായിരുന്നു. ചിന്നും മീനുവും പഴയ സന്തോഷത്തോടെ അവരുടെ സ്കൂൾ ജീവിതം ആസ്വദിച്ചു. 10th ക്ലാസ് പരീക്ഷ എടുക്കാറായതുകൊണ്ട് അവരും തിരക്കിലായിരുന്നു. പിള്ള ഇപ്പോൾ പഴയ പോലെയല്ല, ഗൗരവം കാണിച്ച് നടക്കാറില്ല. ഒരു അയവ് വന്നതുപോലെയാണ്. യാഷിനെയും പീയൂഷിനെയും കാണുമ്പോഴുള്ള തന്നെ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്തുള്ള സന്തോഷം ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും അജത്തറിഞ്ഞിരുന്നു. കാരണം അറിയില്ലെങ്കിൽ അവർ 2 പേരും തൻ്റെ മക്കളെ അംഗീകരിച്ചതിൽ ആ അച്ഛന് സന്തോഷമായിരുന്നു. കണ്ണൻ എണീറ്റു സമയം നോക്കിയതും 12 മണിയായിരുന്നു. അവനെ എഴുന്നേൽക്കാൻ നോക്കിയതും കയ്യിൽ പിടുത്തം വീണു. യാഷ് അവനെ വലിച്ചു തൻ്റെ മേലേക്കിട്ടു. കണ്ണനൊരു ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ കിടന്നു. യാഷിൻ്റെ കൈകൾ കണ്ണൻ്റെ കാലിൽ തഴുകാൻ തുടങ്ങി. മുകളിൽ നിന്നും താഴേക്ക് എഴുന്ന യാഷിൻ്റെ കൈകളുടെ ചലനത്തിൽ നിന്നും കണ്ണനൊന്ന് പിടഞ്ഞു. യാഷ്, നിർത്ത്, നിനക്ക് നല്ലതിനാവില്ല. കണ്ണ, എനിക്ക് നിന്നെ വേണം. അതും പറഞ്ഞവൻ കണ്ണൻ്റെ ചുണ്ടുകളെ ബന്ധിപ്പിച്ചു. മതിവരുവോളം ചുണ്ടുകളിലെ തേൻ നുകർന്നു കൊണ്ടിരുന്നു. ചുണ്ടുകളും നാവുകളും പരസ്പരം അലിഞ്ഞു നടന്നു. ആദ്യമായി അറിയുന്ന പോലെ ഇരുവരും മണിക്കൂറുകളോളം മത്സരിച്ച് കാമിച്ചു കൊണ്ടിരുന്നു. അവസാനം തളർന്ന് ബെഡിലേക്ക് വീണു. ഫോൺ ബെല്ലടിയെന്ന് കേട്ടാണ് യാഷ് എണീറ്റത്. ശ്രീകുട്ടിയാണെന്ന് കണ്ടതും യാഷ് ഫോൺ എടുത്തു. ചേട്ടായി, ഒന്ന് വരുവോ? ഇന്ന് ലേറ്റായി, ഇവിടെ ബസ്സൊന്നും കാണുന്നില്ല. ബാക്കി പറയാൻ നിന്നതും അവളുടെ ഫോൺ കട്ടായിരുന്നു.
സമയം നോക്കിയത് 7 മണിയെന്ന് കണ്ട് യാഷ് വേഗം ഫ്രഷ് ആവാൻ കയറി. അപ്പോഴേക്കും അടുത്ത റൂമിൽ കയറി കണ്ണനും ഫ്രഷായി വന്നു. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോർ തുറന്ന കണ്ണൻ യാഷ് അവൻ്റെ ഷർട്ടിൻ്റെ കൈ മടക്കിക്കൊണ്ട് സോഫയിലിരുന്നു. ഒന്ന് വേഗം ചെറുക്കാം, സമയം നോക്ക്, 8 മണിയായി, അവൾ അവിടെ ഒറ്റയ്ക്കായിരിക്കും. കണ്ണൻ തിരക്ക് കൂട്ടിയതും യാഷ് ധൃതിയിൽ ഡോർ പൂട്ടിയിറങ്ങി. കാറിലിരുന്നു ഓരോന്ന് സംസാരിക്കുകയാണ് അവർ. ഏതൊരു പ്രേരണയിൽ ഫോൺ എടുത്ത് നോക്കിയ യാഷ് നെറ്റിത്തരിച്ചു. അവൻ കണ്ണിന് നേർക്ക് ഫോൺ നീട്ടിയതും അവൻ്റെ കണ്ണിൽ പകാളി. ഫോണിലേക്ക് നോക്കും തോറും അവൻ്റെ ദേഷ്യം പുറത്തേക്ക് ചാടി. കണ്ണൻ്റെ കാർ ചീറിപ്പാഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കാർ നിർത്തിയതും അവൻ ചാടിയിറങ്ങി. യാഷ് തലയിൽ കൈവച്ച് അങ്ങനെ ഇരുന്നു പോയി. ചാടിയിറങ്ങി അവൻ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി. ഒരു സൈഡിലായി കുറേ സ്ത്രീകൾ നിൽക്കുന്നു. അവർക്കിടയിൽ തൻ്റെ ബാഗ് നെഞ്ചോട് ചേർത്തു. ഒന്ന് ചലിക്കാൻ പോലും ആവാതെ നിൽക്കുന്ന സ്ത്രീ. കണ്ണന് പിറകെ വന്ന യാഷ് ശ്രീകുട്ടിയുടെ നിൽപ്പ് കണ്ട് ഭയം തോന്നി. ഒരിക്കൽ കൂടെ ആവർത്തിച്ചാൽ ഒരിക്കൽ അവളെ തിരിച്ചു കിട്ടില്ല എന്നവന് നന്നായി അറിയാമായിരുന്നു. മാറി നിൽക്കണോ? തൻ്റെ മുന്നിൽ തടസ്സം നിന്ന പോലീസുകാരനെ തട്ടി മാറ്റി കണ്ണൻ. യെസ് മിസ്റ്റർ, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. കണ്ണൻ്റെ രൂക്ഷമായ നോട്ടത്തിൽ ഭയം തോന്നിയ അയാൾ മാറി നിന്നു. ശ്രീകുട്ടി! അവൻ്റെ അലർച്ചയിൽ ഏതോ ലോകത്തെന്ന പോലെ നിന്ന അവൾ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി. അതേ നിമിഷം അവൾ ബോധം മറഞ്ഞു വീണിരുന്നു. യാഷ് ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിച്ചു.